എല്ലാവർക്കും ഹായ്. നല്ല മഴയാണ് ഇവിടെ ഇപ്പോൾ. തണ്ടർസ്റ്റോം വാർണിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇന്ന്. അപ്പോൾ ഈ മഴയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ്. KFC സ്റ്റൈലിലുള്ളൊരു ഫ്രൈഡ് ചിക്കൻ. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് സ്കിൻലെസ് ചിക്കനാണ്. ഇത് ലെഗ് പീസും തൈ പീസുമാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പീസ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ പീസസ് എല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചിട്ട് എടുത്തതാണ്. ഇനി ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറുമാണ്. ഇത് നമുക്ക് നാട്ടിലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിവിടെ ഗാർലിക് പൗഡർ ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ജിഞ്ചർ പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണേൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇതിലേക്ക് എടുത്തു വെക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഓവർനൈറ്റ് വെച്ചാലാണ് കറക്റ്റായിട്ട് ഈ സ്പൈസസ് ഒക്കെ ഇതിൽ അബ്സോർബ് ചെയ്യും. പിന്നെ ഇതിലുള്ള ചിക്കൻ പീസസിലുള്ള ബ്ലഡൊക്കെ ഒന്ന് നമ്മൾ ആ മിൽക്കിലേക്ക് ഇറങ്ങിപ്പോവും. പിന്നെ ഈ പാലിവിടെ കുറച്ച് പിരിഞ്ഞതുപോലെ ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. അതാണ് നമുക്ക് വേണ്ട കറക്റ്റ് പാകം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ കോട്ട് ചെയ്യാനുള്ള മിക്സ് ആക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് കോൺഫ്ലവർ ചേർക്കാണ്. ഇനി നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. മുളക് പൊടി നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഗാർലിക് പൗഡർ 2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ പൗഡർ 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒറിഗാനോ ആണ് 1 ടീസ്പൂൺ. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ്. ഇനി ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ചിക്കൻ പീസ് എടുക്കാം. അത് നമ്മുടെ ഈ മൈദ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് കുറേ സമയം ഇങ്ങനെ ആക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടും. ഇനി ഞാനിവിടെ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അതിലേക്ക് മുക്കാണ്. ഒരു 5 സെക്കൻഡ്. ഇനി നമുക്കെടുക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് ചെറുതായിട്ട് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ മൈദ മിക്സിലേക്ക് ഇടുകയാണ്. ഇനിയും ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനിയും ഇത് ഇതേപോലെ ഒന്നുകൂടെ ഈ വെള്ളത്തിലൊന്ന് മുക്കാണ്. ഇതൊന്നുകൂടെ എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ കോട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണാം നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇത് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതേപോലെ ഇവിടെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാനിവിടെ 3 എണ്ണം ഒരുമിച്ചാക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പാനിൽ 3 എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് കുറേ എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണേൽ സിംഗിളായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഇതിന്റെ ഉൾഭാഗം നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടൂ. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയിടാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈഡ് ചിക്കൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.